ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർസിറ്റ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് മുള്ളാമ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സത്യം പറഞ്ഞാൽ പളനിക്ക് അടുത്താണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ പളനി, മറ്റേ പളനി അമ്പലം. അപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് റൈഡായിരുന്നു. ഇന്നലെ വരുന്നതിൻ്റെ വ്ളോഗ് എടുക്കണമെന്ന് ചോദിച്ചു, പക്ഷേ ഫുൾ നൈറ്റ് റൈഡായിരുന്നു. ഞാൻ വ്ളോഗ് എടുത്ത് സംസാരിച്ചുകൊണ്ട് ഓടിച്ചാൽ നല്ല രസമാകും എന്നൊരു പേടി ഉണ്ടായിട്ട് ഞാൻ പിന്നെ ചെയ്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ലോക്ക് ചെയ്തല്ലോ. ഇന്ന് നമ്മൾ തിരിച്ചു പോകുന്നതിൻ്റെ ഓരോ ഷോർട്ടായിട്ട് അറൗണ്ട് 6 to 7 hours ഉണ്ട് ഇവിടുന്ന് റൈഡ് തിരിച്ച് വീട് വരാം. അപ്പോൾ നമ്മളതുകൊണ്ട് ഓരോ മെയിൻ പോയിൻറ്റ്സ് മാത്രം, മെയിൻ സ്ഥലങ്ങളെത്തുമ്പോൾ മാത്രം ഷോർട്ടായിട്ട് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. പിന്നെ നടന്ന സംഭവങ്ങളും എല്ലാം പറയാനുണ്ട്. ഞാൻ തിരിച്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ജാക്കറ്റ് ഫിറ്റ് ആവുന്നില്ല, പെട്ടിക്കകത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ ഫിറ്റ് ആയായിരുന്നു, തിരിച്ചു വന്നപ്പോൾ എന്തോ സാധനം അധികം കൂടിയ പോലെ. എല്ലാം എടുത്തല്ലോ അവിടുന്ന്. ഞാനാണെങ്കിൽ റോഡിൽ നിന്ന് ക്യാമറ ഇതെല്ലാം സെറ്റ് ചെയ്യാറുണ്ട് ഇത്ര ആയിട്ട്. അപ്പം നമുക്ക് റൈഡ് പോകാം. ഇന്നലെ ഈ റൈഡ് തുടങ്ങാൻ നേരത്ത് എൻ്റെ ഫോണാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് തറയിൽ വീണു. ബാക്കിൽ വന്നൊരു ഹെവി വെഹിക്കിൾ കയറി, അത് മൊത്തത്തിൽ തവിടുപിടിയായിപ്പോയി. അപ്പോൾ ആ ഫോണിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് പിന്നെ വീട് എടുക്കാൻ വേണ്ടി പിന്നെ അമ്മയുടെ ഫോണാണ് ഞാൻ എടുത്തത്. എനിക്കാണെങ്കിൽ ഗൂഗിൾ മാപ്സ് നോക്കുന്നില്ല, വഴിയാത്ത പ്രോഫിറ്റ് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തത് അമ്മയുടെ ഫോൺ എടുത്ത്, അമ്മയുടെ ഫോണിനകത്ത് എനിക്ക് ഇതിൻ്റെ ഒരു സംഭവമില്ല, എല്ലാം ഞാനായിരുന്നു ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് ഇതിൻ്റെ പൊന്നോ മെനക്കെട്ട പരിപാടി. അപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വരുന്നത് ചിലപ്പോൾ എന്തെങ്കിലും പോരായ്മ കൊണ്ട് ഞാൻ ക്ഷമിക്കണം. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈ ഫോണാണെങ്കിൽ നല്ല സ്ലോ ആണ്. എൻ്റെ ഫോൺ കണക്കല്ല, എൻ്റെ ഫോൺ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പം ഭയങ്കര പാടാണ്. ഞാൻ ഇതിലിരുന്ന് എങ്ങനെയെങ്കിലും എഡിറ്റ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ സ്ഥലം നല്ല സ്ഥലമാണ്. അപ്പോൾ ഈ ഹൈവേ അറൗണ്ട് 32 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ച് കിടപ്പുണ്ട്. പിന്നെ ഈ ഹൈവേയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 100 സ്പീഡ് ലിമിറ്റ്. ഞാനത് വരുമ്പോൾ കാണിച്ചു തരാം. 100, ഞാൻ അതിശയിച്ചു 100 പറഞ്ഞപ്പോൾ. എന്ന് വെച്ചാൽ കേരളത്തിൽ വേറെ 1-2 അടുത്തേ ഉള്ളൂ അങ്ങനെ 100 സ്പീഡ് ലിമിറ്റ് വരുന്ന ഹൈവേ. ഇവിടെ ഇത് ഒരെണ്ണമുണ്ട്. പിന്നെ അല്ലാതെ നമ്മുടെ ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർ വന്നുകൊണ്ട് ചെന്നൈയിലോട്ട് വന്നതുകൊണ്ട് ഇതൊക്കെ 100 സ്പീഡ് ലിമിറ്റാണ് വരുന്നത്. അപ്പോൾ ഞാൻ അതിശയിച്ചു. ഇപ്പം സ്പീഡ് കാണിച്ചത് കണ്ടോ. ഇവിടെ നല്ല വിൻബ്ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ സ്പീഡ് ലിമിറ്റ് 100. നമുക്ക് 100 പോവാം, വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ ഈ ഫസ്റ്റ് വളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടോപ്പൻ്റെ കയറ്റുന്നു, 100 കയറ്റുന്നു, എന്നിട്ട് ഇവിടെ വെച്ച് ഫസ്റ്റ് വളർത്തി ഇടുന്നു. ബാക്കി ഞാൻ അടുത്ത എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുമ്പോൾ എടുക്കാം. ബാക്കിയാവില്ലല്ലോ, നമുക്ക് സ്പീഡ് ലൈനിലോട്ട് പോകാം. ബൈക്കിൻ്റെ വയറ് തുറന്നു പോയി കിടന്ന് ഹെൽമെറ്റ് അടിക്കണം. അപ്പോൾ എന്തായാലും കഴിച്ച് ഇവിടെ ഇതിൻ്റെ ഫസ്റ്റ് ഇവിടെ തരുന്നു. ബാക്കി ഞാൻ എന്തായാലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇടാം. എന്തായാലും മെയിൻലി ഇവിടെ നിന്ന് ഇറങ്ങി കേരള ബോർഡർ കയറി എത്തുമ്പോൾ ഞാൻ ഇടാം ബാക്കി. ഒരു വിറ്റ് കടന്നു ഗൈസ്, വഴി തെറ്റി. ഞാനാണെങ്കിൽ അവിടെ നിന്ന് നേരെ തിരിച്ചങ്ങ് പോയി. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോകുന്നതിന് ലെഫ്റ്റ് എടുത്ത് പോകുന്ന നേരം ഞാൻ വേറെ ഇങ്ങോട്ടേക്ക് പോയി. ഞാൻ പോയി ലെഫ്റ്റ് സ്റ്റെപ്പിലാണ് തോന്നുന്നു. അപ്പോൾ ലെഫ്റ്റ് എടുത്ത് ഈ വഴി കയറുന്ന നേരം ഞാൻ നേരെ വിട്ടു പോവുക. ഞാൻ അത്രയും നേരം മാപ്പ് നോക്കി ഓടിച്ച് ഞാൻ എത്തേണ്ട സ്ഥലം എത്തിയപ്പോൾ മാപ്പ് നോക്കാതെ ഓടിച്ചു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ സ്റ്റേറ്റ് ആയിട്ട്. ഇതാണെന്ന് എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ. പക്ഷേ ഇതല്ലെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ പറയാമെന്ന് വെച്ചാൽ ഇന്നലെ വന്നപ്പോൾ ഡിവൈഡർ ഇല്ലായിരുന്നു. ഡിവൈഡറിന് വരും വേറെ കുറേ അമ്മമാർ മറ്റേ എന്തോ പറയുന്നത് ഈ
റിഫ്ലക്ട് പോലത്തെ ഒരു കമ്പ് പോലത്തെ ഒരു സംഭവം, കമ്പല്ലേ ഒരു പ്ലാസ്റ്റിക് സ്റ്റിക്ക് പോലത്തെ സംഭവം കുത്തി വെച്ചിട്ടുണ്ട്. ഇത് ഡുബായിട്ട് എനിക്ക് തോന്നുന്നു വേറെ വഴിയാണ്. ഇന്നിപ്പം നല്ല വിൻബ്ലാസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്. ഞാൻ കടവിലെ പോകുന്നു, പക്ഷേ അല്ലാതെ എനിക്ക് സൈഡിൽ നിന്ന് നല്ല കാറ്റിലുണ്ട്. ബൈക്ക് ചെറിയൊരു ചുരുക്കി ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് വേറെ വഴിയാണ്, ഇന്നലെ വന്ന വഴിയല്ല. അപ്പോൾ ഇതിന് എവിടെ കൊണ്ട് എത്തിക്കുമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടില്ല. ഇനി ഇത് തന്നെയാണോ ഇന്നലെ വന്നതെന്നൊരു സംശയമുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഡിവൈഡർ കണ്ടിട്ടില്ല ഇന്നലെ രാത്രി, അതെനിക്ക് നല്ല ഉറപ്പാണ്. പമ്പും ഇല്ലായിരുന്നു, പമ്പിന് വരെ ഒരു വേറൊരു ഇതായിരുന്നത്. എന്തായാലും നമുക്ക് വരുന്നത് നോക്കാം അല്ലേ. ഇങ്ങനെ വെയിലത്തിടുന്ന മൊഴിയായിരുന്നു വയസ്സ്. അങ്ങനെ ആ പെട്ടെന്നൊരു ആശ്വാസമഴ വിടുന്നതാണ്. എനിക്കോട്ടുണ്ട്, പക്ഷേ എടുത്തിട്ട് എനിക്ക് തോന്നിയിട്ട് നനയാൻ പറഞ്ഞു. ഭയങ്കര ചൂടാണ്, മൊഴിയായിരുന്നു. ഇപ്പം നനവിയുടെ കൊടുത്ത് ഞാൻ വേറെ ഉണക്ക ഡ്രസ്സും ഇല്ലാണ്ടില്ല. ആശ്വാസമഴയായിട്ടാണ് വന്നത്. ഇതിപ്പം പണിയാവുമുണ്ട്. മൊത്തത്തിൽ നല്ല ദിവസമാണ്. ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ കഴിയും. ഒരു കളറെല്ലാം കാണുവാനായി കേൾക്കുന്നൊക്കെ ഒരു വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചില്ല എത്രയൊക്കെ ആയിട്ട് കുടിച്ചായിരുന്നു, പക്ഷേ കുടിച്ചെല്ലാം ആ ചൂടിലങ്ങ് എന്താ പറയുക നീരായിട്ട് പോയി. എനിക്കൊന്നും മഴ അവിടം വരെ ഉള്ളു, ഇങ്ങോട്ട് മഴ ചെയ്യുന്നില്ല, വെയിലായിക്കൊണ്ട് എന്താണ് പതിക്കുന്നത്. ഞാൻ നിർത്തിയപ്പോൾ റെയിൻകോട്ട് എടുത്തിട്ടായിരുന്നെങ്കിൽ ആരായേനെ. പിന്നെ ഞാൻ വെയിൽ കൊണ്ട് ചാകുന്നില്ല. എന്തായാലും റെയിൻകോട്ട് എടുത്തിടാത്ത കാര്യമായി. കുറച്ച് നേരം നനയാൻ ഒരു ആശ്വാസം. ചൂടെന്ന് വെച്ചാൽ മുറിഞ്ഞ ചൂട്. ഞാനാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ആയിട്ടായിരുന്നു, പാൻസും ചെരുപ്പും ഷർട്ടും. കയ്യിൽ ഈ സാധനം വരെ കറുപ്പായി പോയി. നല്ല എന്താ പറയുന്നത്, അത് നല്ല ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. അത് ഇപ്പോൾ എൻ്റെ ഒരുവിധം ഡ്രസ്സ് നനഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. ഇനിയിപ്പം ഇതിപ്പോൾ സ്റ്റേറ്റ് ഹൈവേ എന്തുകൊണ്ട് ഇതിപ്പോൾ നാഷണൽ ഹൈവേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ഇത് എന്തുവാ ഇവിടുത്തെ സ്ഥലപ്പേർക്ക് പട്ടി എന്ന് പറഞ്ഞു ഭയങ്കര എന്താണെന്നറിയാൻ വയ്യ. ഇവിടുത്തെ എല്ലാം ഞാൻ കണ്ട മിക്ക സ്ഥലത്തിനും പട്ടി 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 എന്തോന്നറിയാൻ വയ്യ. ഇനി എന്തെങ്കിലും പ്രത്യേകത എന്താണെന്ന് അറിയാൻ വയ്യ. ഭയങ്കര ക്ലോസ്നെസ്. ഇപ്പോൾ പറയുന്നത് റെക്കോർഡാണെന്നുള്ളത് എനിക്ക് അറിയാൻ പോലും ഇല്ല. എന്ന് വെച്ചാൽ അത്രയും എനിക്ക് തന്നെ നല്ല ഇറിറ്റേറ്റ് ആവുന്നു ഈ സൗണ്ട് കിട്ടി കാറ്റിൻ്റെ. എന്തായാലും ഇനി നമുക്ക് ഈ നാഷണൽ ഹൈവേ നടക്കാൻ നേരത്ത് അടുത്ത എവിടെയാണ് നോക്കുന്നത്. ഈ വഴി എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, ഇത് നല്ല റോഡായിരുന്നു. പക്ഷെ മറ്റേ വഴി എനിക്കറിയില്ല. ഞാൻ ആ വഴി ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് മഴ പിന്നെയും. ആകാശം നോക്കി വെച്ചിതാ ഞാൻ പറഞ്ഞു. ഈ വഴി നല്ല സീനിക് റൂട്ടാണ്. നല്ല പച്ചപ്പും ചോളമാണെന്ന് തോന്നുന്നു, അറിയാമില്ല. കൃഷിയും വലിയ പുരോഗമനം മറ്റേ ഇല്ല. എന്ത് പറയുന്നത്, ഗ്രാമഭംഗി ഈ റോഡ്. എന്തെനി പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. മുഴുവൻ വിഷയം ഒരു തണുപ്പുമുണ്ട് ചൂടുമുണ്ട്. പക്ഷെ ചൂടെടുക്കുന്നുണ്ട്, വിയർക്കുന്നുമില്ല. അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. പിന്നെ ആകാശം നോക്കി, ഇതെല്ലാം കൂടെ കറുത്തിരുണ്ട് മഴയായിട്ടുണ്ടാണ് വിറ്റടക്കാൻ പോകുന്നത്. ഞാൻ നനഞ്ഞ് വിളിച്ചിറക്കും പിന്നെ വീട്ടിലോട്ട് പോകാൻ പോകുന്നു. ആ ഒരു പേടിയും. പക്ഷെ നല്ല രസമുണ്ട് ആകാശം കാണാനായിട്ട്. ഇപ്പം ക്യാമറയിൽ എത്രത്തോളം ക്യാപ്ചർ ചെയ്യുമെന്ന് അറിയാൻ വയ്യ. അത് ക്യാപ്ചർ ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ക്വാളിറ്റി വരുമെന്നും അറിയാൻ വയ്യ. എന്തായാലും എന്തായാലും നല്ല ക്വാളിറ്റി വരും. ഡ്രോപ്പ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ റോഡിൻ്റെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ റിഫ്ലക്റ്റീവ് സംഭവമുണ്ട്, ഒരു പ്ലാസ്റ്റിക് കമ്പി. ഇത് റോഡിന് നടക്കുന്നുണ്ടായിരുന്നു. അത് മറ്റെടുത്തേയും കണ്ടില്ല. അതെനിക്ക് പെട്ടെന്ന് സംശയമായി. ഞാൻ ഇത് വന്ന വഴിയല്ല. പിന്നെ ഇപ്പം ഇത് തരുന്ന മൈലേജ് എനിക്ക് 38 കാണിക്കുന്നത്. അതിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പം 38 കാണിക്കുന്നത്. ഞാൻ കൊണ്ടോട്ടായി കാണിക്കാം. ഓക്കെ, അപ്പോൾ 38 കാണിക്കുന്നത്. അത് ഞാൻ 4.5 RPM പിടിച്ച് പോവാണ് ഓരോ ഗിയറിലും. അപ്പോൾ അതുകൊണ്ട്
ആണ് അങ്ങനെ കാണിക്കുന്നത്. അത് 70-80 പോകുന്നത്. അപ്പോൾ ആവശ്യത്തിന് മൈലേജ് കിട്ടുന്നുണ്ട് 373cc ആയിട്ട് പോലും. അതായത് ഒരു KTM ഇത്രയും മൈലേജിന് കിട്ടുന്നത്. അതാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത. സോൺ അങ്ങനെ 390cc എഞ്ചിനിൽ നിന്ന് 373cc എഞ്ചിനിൽ നിന്ന് കിട്ടുന്നതല്ല മൈലേജ് ആർക്കുള്ളത്. പക്ഷേ എനിക്കെന്തോ ലെക്കുണ്ട്, അതുകൊണ്ട് മൈലേജ് കുഴപ്പമില്ലാതെ ഇത് കിട്ടുന്നത്. ടോൾ ഗേറ്റ് എത്തി. പിന്നെ 2 വീലേഴ്സിന് ടോളിൻ്റെ ആവശ്യമില്ലല്ലോ. ടോളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ആകുമ്പോൾ അത്രയും സ്റ്റീപ്പാണ് പ്രതീക്ഷിച്ചത്. ടോളിൻ്റെ ഒരാവശ്യവും ഇല്ല. ടോള് മൊത്തത്തിൽ കെട്ടി കഴിച്ചിട്ടേക്കുന്നു. എന്തുവാണ് സംഭവം അറിയാൻ പറ്റും. ഈ ബസ്സിന് 3-ാം തവണ ഞാൻ ഓവർടേക്കുന്നത്. വീഡിയോ എടുക്കാൻ വേണ്ടി സ്പീഡ് കുറയ്ക്കുമ്പോൾ ബസ് തന്നെ പിന്നെ ഓവർടേക്ക് ചെയ്യും. എന്നിട്ട് പുള്ളിക്കാരൻ ആളെ കയറ്റാനായിട്ട് സ്പീഡ് കുറയ്ക്കുമ്പോൾ അതിന് പിന്നെ ഓവർടേക്ക് ചെയ്യും. അങ്ങനെ 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ട് ഓവർടേക്ക് ചെയ്ത് കളിയല്ലെങ്കിൽ രസമാണ്. ഇനി മിക്കവാറും അടുത്തൊരു ചെറിയൊരു മഴയുടെ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അല്ല കറുത്തിരിക്കാൻ വരുന്നത്. മഴ പെയ്താൽ കൊള്ളായിരുന്നു. ആ ചൂടൊന്നും മാറിയിട്ട് ആശ്വാസം കിട്ടിയാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ലക്ഷ്മിയോട് എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് അറൗണ്ട് എത്ര കിലോമീറ്റർ ഉണ്ട്? പിന്നെ 264 കിലോമീറ്റേഴ്സ് ഉണ്ട് കൊല്ലം എത്താൻ. അതായത് അറൗണ്ട് ഒരു 10 മണിയാവുമായിരിക്കും ഞാൻ അവിടെ എത്താം. ബ്രേക്കൊക്കെ എടുത്താണല്ലോ ഓടിക്കുന്നത്. ഒറ്റ സ്ട്രെച്ചിന് ഓടിക്കുന്നില്ല. ബ്രേക്ക് എടുത്ത് സ്ട്രെച്ചൊക്കെ ചെയ്ത് ബോഡിക്ക് ഇത്തിരി ഇതൊക്കെ വേണം, റിലീഫൊക്കെ വേണമല്ലോ. അല്ലാതെ ഓടിച്ചാൽ എനിക്ക് ശരിയാവില്ല. അപ്പോൾ ഞാൻ ഓരോ അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 30 കിലോമീറ്റർ 40 കിലോമീറ്റർ വണ്ടി നിർത്തുന്ന സ്ട്രെച്ചൊക്കെ ചെയ്തിട്ട് എടുക്കുന്നു. വെള്ളം മേടിച്ചല്ലോ. കയ്യിലുള്ള വെള്ളമെല്ലാം തീർന്നു. വെള്ളം മേടിക്കണം. നല്ല ദാഹം എടുത്തു തുടങ്ങി. ഞാനാണെങ്കിൽ വെള്ളം മേടിക്കാൻ കട നോക്കി ഇങ്ങനെ വണ്ടി ഓടിക്കുക. നല്ല കടയൊന്നും കാണുന്നുമില്ല. ഒരു ഹോട്ടലുണ്ട്, പക്ഷെ അവിടെ കയറാനൊരു ഇതില്ല. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡ് പക്ക മതി.